ലഹരിക്കെതിരെ വിസ്ഡം പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച വിദ്യാർത്ഥി സമ്മേളനം നിർത്തിവെപ്പിച്ച പോലീസ് നടപടിയിൽ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയും ഷാഫി പറമ്പിലും എത്തിയിരുന്നു. യുവാക്കൾ ലഹരിക്കടിമപ്പെടുന്ന കാലത്ത് ലഹരിക്കെതിരെ പോരാടാൻ അവരെ പ്രാപ്തരാക്കുന്ന വിസ്ഡം സ്റ്റുഡൻസിനോട് ക്രിമിനൽ സംഘത്തോട് പെരുമാറുന്നത് പോലെയുള്ള പോലീസ് നടപടി ലജ്ജാകരമാണെന്ന് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു. രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയി ഒരു കൊലയാളി വെഞ്ഞാറമൂട്ടിൽ 5 പേരെ കൊന്നത് അറിയാത്ത പോലീസ്, കോടികളുടെ രാസലഹരി കേരളത്തിലേക്ക് ഒഴുകുന്നത് എവിടെ നിന്നാണ് എന്നറിയാത്ത പോലീസ്, സ്കൂൾ മുതൽ 4 ആൾ കൂടുന്ന കവലയിൽ വരെ ലഹരി സുലഭമായത് എങ്ങനെയെന്നറിയാത്ത അതേ പോലീസ്, പെരിന്തൽമണ്ണയിൽ ലഹരി വിരുദ്ധ പരിപാടി 10 മിനിറ്റ് താമസിച്ചു എന്ന് പറഞ്ഞ് റേവ് പാർട്ടി നടത്തിയ സംഘത്തോട് പെരുമാറുന്നത് പോലെ പെരുമാറുവാൻ കാരണം പിണറായി പോലീസിന്റെ കാക്കിക്കുള്ളിലെ കാവി എന്നറിയില്ലേ നിഷ്കളങ്കരെ എന്നായിരുന്നു രാഹുൽ കുറിപ്പിൽ ചോദിച്ചത്. നിങ്ങൾ പരിപാടി നടത്തുമ്പോൾ പോലീസ് പെർമിഷൻ മാത്രം വാങ്ങിയാൽ പോരാ, എന്നാൽ മാരാർജി ഭവനിൽ നിന്നും അനുമതി ലഭിക്കുകയാണെങ്കിൽ പരിപാടി നന്നായി നടത്താൻ കഴിയും, അദ്ദേഹം പരിഹസിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയി ഒരു കൊലയാളി വെഞ്ഞാറമൂട്ടിൽ 5 പേരെ കൊന്നത് അറിയാത്ത പോലീസ്, കോടികളുടെ രാസലഹരി കേരളത്തിലേക്ക് ഒഴുകുന്നത് എവിടെ നിന്നാണ് എന്ന് അറിയാത്ത പോലീസ്, സ്കൂൾ മുതൽ 4 ആൾ കൂടുന്ന കവല വരെ ലഹരി സുലഭമായത് എങ്ങനെയെന്നറിയാത്ത പോലീസ്. അതേസമയം പോലീസ് പെരിന്തൽമണ്ണയിൽ നടത്തിയ വിസ്ഡം സ്റ്റുഡൻസിന്റെ ലഹരി വിരുദ്ധ പരിപാടി 10 മിനിറ്റ് താമസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റേവ് പാർട്ടി നടത്തിയ സംഘത്തോട് പെരുമാറുന്നത് പോലെ പെരുമാറുവാൻ കാരണം പിണറായി പോലീസിന്റെ കാക്കിക്കുള്ളിലെ കാവ്യാണെന്നറിയില്ലേ നിഷ്കളങ്കരെ. നിങ്ങൾ പരിപാടി നടത്തുമ്പോൾ പോലീസ് പെർമിഷൻ മാത്രം വാങ്ങിയാൽ പോരാ, മാരാർജി ഭവനിൽ നിന്നും അനുമതി ലഭിക്കണം. യുവാക്കൾ ലഹരിക്കടിമപ്പെടുന്ന കാലത്ത് അവരോട് ലഹരിക്കെതിരെ പോരാടാൻ പ്രാപ്തരാക്കുന്ന ഇന്നലകളിൽ പൗരധാർമ്മിക വിദ്യാഭ്യാസ പരിപാടികൾ മനോഹരമായി നടപ്പാക്കിയ സംഘടനയായ വിസ്ഡം സ്റ്റുഡൻസിനെ ക്രിമിനൽ സംഘത്തോട് പെരുമാറുന്നത് പോലെയുള്ള പോലീസ് ആക്ടിംഗ് ലജ്ജാകരമാണ്. 6 ഗ്രാം കഞ്ചാവ് 9 പേർ താമസിച്ച ഫ്ളാറ്റിൽ നിന്ന് പിടിച്ച് ഷോ കാണിക്കുന്നതല്ല. ലഹരിയെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ കാണിക്കേണ്ടത് യുവാക്കളെ ലഹരിക്കെതിരെ പടയാളികളാക്കുകയും അവരിൽ ധാർമ്മിക ബോധം സൃഷ്ടിക്കുകയും ചെയ്താൽ മാത്രമേ ശാശ്വതമായ പരിഹാരമുള്ളൂ. അത്തരം പരിപാടികളോടുള്ള പോലീസിംഗ് അപലപനീയമാണ്. നിശാ ലഹരി പാർട്ടി തടയാൻ കഴിവില്ലാതെ ലഹരിക്കെതിരെ നടത്തുന്ന പരിപാടി തടഞ്ഞിട്ട് സമൂഹത്തെ നോക്കിയുള്ള ആ പരിഹാസം നിറഞ്ഞ ചിരി തന്നെയാണോ സർക്കാർ നയമെന്ന് വ്യക്തമാക്കണം എന്നായിരുന്നു രാഹുൽ കുറിപ്പിൽ പറഞ്ഞിരുന്നത്. അതേസമയം ഷാഫിയുടെയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. സംഘടനയുടെ പേര് വിസ്ഡം എന്നാണ്. കേരളത്തിലെ കാവി പോലീസിന് ഇല്ലാതെ പോയതും അതാണെന്ന് ഷാഫി ഫേസ്ബുക്കിൽ കുറിച്ചു. താമസിച്ചു പോയത് റേവ് പാർട്ടിയല്ല, നിങ്ങളുടെ ഭരണത്തിന്റെ കൊള്ളരുതായ്മയുടെ കൂടി പേരിൽ നാടിനെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്ന് നടത്തിയ വലിയ പ്രതിരോധ പ്രവർത്തനമാണ്. വിസ്ഡം പരിപാടിയിൽ താമസിച്ചു പോയ 10 മിനിറ്റ് കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ വൃത്തികേട് കാണിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ കേരളത്തിൽ ഒരു ഭരണകൂടമുണ്ടെങ്കിൽ അത് മിനിറ്റും മണിക്കൂറുകളും വൈകുന്നത് എന്തിനാണെന്നും ഷാഫി ചോദിച്ചു. ഞായറാഴ്ച രാത്രിയാണ് വിസ്ഡം സംഘടിപ്പിച്ച കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് പോലീസ് ഇടപെട്ട് നിർത്തിവെപ്പിച്ചത്. അനുവദിച്ച സമയപരിധി കഴിഞ്ഞുവെന്ന് പറഞ്ഞാണ് രാത്രി 10-ന് പോലീസ് സമ്മേളന വേദിയിലേക്ക് കടന്നു വന്നതും നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതും. എന്നാൽ 10 മണിക്ക് മുൻപ് നിർത്തുന്ന വിധമാണ് എല്ലാ പരിപാടികളും ക്രമീകരിച്ചതെന്നും പോലീസ് എത്തുമ്പോൾ സമാപന പ്രസംഗം നടക്കുകയായിരുന്നുവെന്നും ഉടൻ നിർത്താമെന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിക്കാതെ പോലീസ് നിർത്താൻ ആക്രോശിക്കുകയായിരുന്നുവെന്നും വിസ്ഡം നേതാക്കൾ ആരോപിച്ചു.